ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം വാ കാണിച്ചു തരാം. നമ്മുടെ ജഡ്ജസ് 3 സീസൺ അടിച്ച് തൂക്കിയ 3 ആൾക്കാരാണ്. ആരാന്ന്? അപ്പൊ ഇവരാണ് നിങ്ങൾ എക്സാമിൻ ചെയ്ത് നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം വിലയിരുത്തി ഇതിൽ ആരൊക്കെ അകത്ത് പോകണം ആരൊക്കെ പുറത്തു പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. സീസൺ 5 ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് തോൽപ്പിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അഖിൽമാരുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരാൾ. എന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്തവരെ 90% പേരും. സീസൺ 4 റിയാസ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത സമയത്ത് ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അട്ടിച്ച് റിയാസിനെ ഇരുത്തിയാനെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തായാലും നമ്മൾ മലയാളി ഓഡിയൻസ് എല്ലാം റിയാസിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവ ശരിക്കും ആണാണ് അത് പെണ്ണാണ്? ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട്. നീ രഞ്ജിനി ചേച്ചിയെ നമ്മൾ എല്ലാരും കാണുന്നത് ഒരു ഫിയർലെസ് വുമൺ ആയിട്ടാണ്. അത്രയ്ക്കൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡാണെന്ന്. ബോൾഡല്ല, ബോൾട്ടാണ്, ബോൾഡ്. അഖിലേട്ടനെ നമ്മൾ ഓഡിയൻസ് എല്ലാരും കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ഗായ് ആയിട്ടാണ്. എന്നെ സമ്മതിക്കണം. അനക്കന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാണ് ബിഗ് ബോസിൽ? എനിക്ക് അതിനകത്ത് വരെ, അതായത് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അഖിൽമാരായിരുന്നു. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അഖിലിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആള് വരാൻ പറഞ്ഞപ്പോ അനക്കല്ലേ ചാടി ഓടി അവിടെ വന്നത്? അതോ അത് ഞാനല്ല. അതെന്തുകൊണ്ടാണ് പുറത്തുള്ള പൊളിറ്റിക്സിനോട് എനിക്ക് താല്പര്യമില്ല. അഖിൽമാരുടെ വേർഷൻ എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. സോ അതുകൊണ്ട് ആ വ്യക്തിയെ അങ്ങനെ കൺസിഡർ ചെയ്തു. അതാണ് റിയാസിനെ തിരിച്ചറിയാതെ പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം അദ്ദേഹം ചൂസ് ചെയ്താൽ ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ചേരില്ല. സൗണ്ട് കുറഞ്ഞാൽ എന്താ ടാസ്കിൽ മുന്നേറിയില്ലേ? അത് കാര്യമില്ല, ഒരു ടാസ്കും ജയിച്ചിട്ടില്ല. ഇവിടെ ജഡ്ജായിട്ടിരിക്കുന്നു. സത്യമായി പറയുന്നവനായി രാജാക്കൻ. അത് കാര്യമില്ല. പക്ഷെ ബിഗ് ബോസ് ജയിച്ചു, MLA സ്ഥാനം തോറ്റു. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.